ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. ഈ ഒരു വിഷയം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് എന്തുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നത വരുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുകയും അതിനുത്തരം കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ആ ചോദ്യം പറഞ്ഞയക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത്, കൈഫ തഫ്തരിഖു ഹാദിഹിൽ ഉമ്മ വകിതാബുഹാ വാഹിദ് വനബിയ്യുഹാ വാഹിദ് വഖിബ്ലതുഹാ വാഹിദ. ഈ ഉമ്മത്ത് എങ്ങനെയാണ് വിഭജിക്കുക, വിഘടിക്കുക? അതിൻ്റെ ഗ്രന്ഥമൊന്നാണ്, നബിയൊന്നാണ്, ഖിബ്ലയൊന്നാണ്, എന്നിട്ടും എങ്ങനെയാണ് ഈ ഭിന്നത ഉണ്ടാവുക? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അൻസലല്ലാഹു അലൈനൽ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നു. ഫഖറഅനാഹു വഅലിംനാ ഫീമാ നസൽ, നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്യുകയും അതോടൊപ്പം ഇത് എന്തൊരു വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തു. കാരണം അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. എന്നാൽ പിൻകാലത്ത് ചില ആളുകൾ വന്നു, ഖൗമുൻ യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതുന്നവരാണ്, പാരായണം ചെയ്യുന്നവരാണ്, വലാ യഅലമൂന ഫീമാ നസൽ, അത് ഏതൊരു വിഷയത്തിൽ ഇറങ്ങിയതാണ് എന്നതിനെ കുറിച്ചിട്ട് അവർക്ക് ഗ്രാഹ്യമില്ല. ഫകാന ലികുല്ലി വാഹിദിൻ മിൻഹും ഫീഹി റഅയ്, അപ്പോൾ അതിൽ ഓരോരുത്തർക്കും അവനവൻ്റേതായ അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഉമ്മത്തിൽ ഭിന്നതകൾ പിൻകാലത്തുണ്ടാകും. പക്ഷെ സഹാബാക്കൾ എങ്ങനെ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെ ദീനിനെ സ്വീകരിച്ചുവോ, അപ്രകാരം മനസ്സിലാക്കുകയും വിശുദ്ധ ഖുർആനിനെ നിർവചിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഹക്കിൻ്റെ മാർഗത്തിൽ ഉണ്ടാകുക. അതിനാണ് നമ്മൾ എന്തു പറയുന്നത്, മൻഹജു സലഫ്, സലഫുകളുടെ മുൻഗാമികളുടെ മാർഗം, ഫഹ്മു സലഫ്, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ്. അപ്പോൾ സ്വഹാബാക്കൾ വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണത്തിന് സാക്ഷികളായവരാണ്. ഓരോ ആയത്തും എന്തൊരു വിഷയത്തിൽ ഇറങ്ങി എന്നതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവരാണ്. ആ ഗ്രാഹ്യം നഷ്ടപ്പെട്ടതാണ് പിൻകാലത്ത് ഭിന്നതകൾക്ക് കാരണമായി തീർന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് ഭിന്നിക്കും. ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ജൂത ക്രൈസ്തവരൊക്കെ ഭിന്നിച്ചു, അവരെക്കാൾ കൂടുതൽ ഈ ഉമ്മത്ത് ഭിന്നിക്കും. എന്നാൽ അതിൽ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരായ എല്ലാവരും നരകാഗ്നിയിലേക്ക് പോകുന്നവരായിരിക്കും. ഇല്ല വാഹിദ, ഒരു കൂട്ടരൊഴികെ. ആ ഒരു കൂട്ടരിൽ ഉൾപ്പെടാനാണ് നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. എന്താണ് ആ ഒരു കൂട്ടരുടെ പ്രത്യേകത? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് നിലകൊള്ളുന്ന മാർഗത്തിൽ ആരാണോ നിലകൊള്ളുന്നത് അവർക്കാണ് വിജയമുള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ശർഈയായി ദീനിയായി ഒരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ ഖുർആനിനോടും സുന്നത്തിനോടും അതുപോലെ തന്നെ സച്ചരിതരായ സലഫുകളുടെ മാർഗത്തിനും യോജിച്ചതെന്താണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി ചെയ്യേണ്ടത്. അതാണ് അയാൾക്ക് വിജയം നൽകുന്നത് എന്നർത്ഥം. അതിനെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി അദ്ദു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നിങ്ങൾ എൻ്റെയും എനിക്ക് ശേഷം വരുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യയെ മുറുകെ പിടിക്കണം. അണപ്പല്ലുകൊണ്ട് അതിനെ നിങ്ങൾ കടിച്ചു പിടിക്കണം. ദീനിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം ഓരോ ബിദ്അത്തുകളും ളലാലത്താണ്. എല്ലാ ളലാലത്തുകളും നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുക നരകാഗ്നിയിലേക്കാണ്. നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടത്
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്, സ്വഹാബത്ത് എപ്രകാരമാണോ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ദീനിനെ ഉൾക്കൊണ്ടത്, ആ രൂപത്തിൽ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ളതാണ് അല്ലാഹു തആല അഅലം. എന്നാൽ ഈ ഭിന്നത ഉണ്ടാകും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. ആ ഭിന്നതയിൽ എടുക്കേണ്ട നിലപാട് എന്ന് പറയുന്നത് കൃത്യമായി പ്രമാണബദ്ധമായ നിലപാട് ഏത് എന്നത് മനസ്സിലാക്കി അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്രകാരം തെളിവിനെ അടിസ്ഥാനമാക്കി നിലപാട് സ്വീകരിക്കുന്നവർക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുകയും ഇനി അവർക്ക് വല്ല വീഴ്ചകൾ സംഭവിച്ചു പോയാൽ തന്നെയും അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല അഅലം.